ഫിലിം ഗാരേജിന്റെ സിനിമ വാർത്തകളിലേക്ക് ഇവർക്കും സ്വാഗതം. അജിത് നായകനെത്തുന്ന ഈ വർഷത്തിൽ അദ്ദേഹത്തിന്റെ ആദ്യത്തെ സിനിമയാണല്ലോ വിടാമുയർച്ചി. ഇന്ന് സിനിമയുടെ ട്രെയിലർ റിലീസ് ആയിരിക്കുകയാണ്. അജിത്, തൃഷ, അർജുൻ തുടങ്ങിയവരെല്ലാം തന്നെ അഭിനയിക്കുന്ന സിനിമയുടെ ട്രെയിലറിന് നല്ല അഭിപ്രായങ്ങളാണ് വന്നിരിക്കുന്നത്. ചിത്രം ഫെബ്രുവരി 6 തിയേറ്ററുകളിലേക്ക് എത്തുന്നതാണ്. ഈ 2025 എന്ന വർഷം ആദ്യമായിട്ട് മമ്മൂട്ടി സ്ക്രീനുകളിൽ നമ്മുടെ പ്രേക്ഷകർക്ക് മുന്നിലേക്ക് നാളെ എത്തുകയാണ്. മമ്മൂട്ടി ചേട്ടൻ നായകനെത്തിയ അവനാടി നാളെ ജനുവരി 17 തിയേറ്ററുകളിൽ റീ റിലീസ് ചെയ്യുകയാണ്. മമ്മൂട്ടി ചേട്ടന്റെ മൂന്നാമത്തെ റീ റിലീസിന് ഒരുങ്ങുന്ന സിനിമ കൂടിയാണ് അവനാഴി. ആവേശത്തോടെ കാത്തിരിക്കാം സിനിമയുടെ ബോക്സ് ഓഫീസ് കളക്ഷൻ കണക്കുകൾ അറിയാനായിട്ട്. ഒരുപാട് തമിഴ് സിനിമകൾ നമ്മുടെ മലയാളം TV ചാനലുകളിൽ സംപ്രേഷണത്തിനായിട്ട് എത്താനായിട്ട് ഒരുങ്ങുകയാണ്. അവയിലേക്ക് വരികയാണെങ്കിൽ അമരൻ കഴിഞ്ഞ വർഷം തിയേറ്ററുകളിലേക്ക് എത്തിയ വലിയ വിജയം നേടിയെടുത്ത തമിഴ് സിനിമയാണല്ലോ. ശിവകാർത്തികേയൻ സിനിമ ഇപ്പോഴത്തെ മലയാളം ഭാഷയിൽ ഏഷ്യാനെറ്റിൽ ആദ്യമായിട്ട് സംപ്രേഷണം ചെയ്യാനായിട്ട് ഒരുങ്ങുകയാണ്. അതേസമയം കഴിഞ്ഞ വർഷത്തെ മികച്ച തമിഴ് സിനിമ എന്ന വ്യക്തിപരമായ അഭിപ്രായമുള്ള സിനിമയാണ് മെയ്യഴകൻ. ചിത്രവും ഏഷ്യാനെറ്റിൽ ഇപ്പോഴത്തെ സംപ്രേഷണത്തിനായിട്ട് ഒരുങ്ങുകയാണ്. കഴിഞ്ഞ വർഷം തിയേറ്ററുകളിലേക്ക് എത്തി പരാജയപ്പെട്ട രജനീകാന്ത് സിനിമയാണല്ലോ വേട്ടയ്യൻ. സിനിമ സൂര്യ TV ചാനലിൽ സംപ്രേഷണത്തിനായിട്ട് ഒരുങ്ങുകയാണ്. ഉടനെ സിനിമയുടെ ടെലിവിഷൻ പ്രീമിയർ ഉണ്ടാകും. അതേസമയം ദളപതി വിജയ് നായകനെത്തിയ ദി ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം ഇപ്പോഴത്തെ സംപ്രേഷണത്തിനായിട്ട് ഒരുങ്ങുകയാണ്. സി കേരളം ചാനലിൽ സിനിമ മലയാളത്തിൽ സംപ്രേഷണം ചെയ്യുക. അപ്പോൾ കാത്തിരിക്കൂ ഈ 4 സിനിമകളുടെ ടെലിവിഷൻ പ്രീമിയറിനായിട്ട്, ഒപ്പം സിനിമകളുടെ TRP അറിയാനായിട്ട്. കത്തനാറിന് ശേഷം ജയസൂര്യ നായകനെത്തി വരാനിരിക്കുന്ന തിയേറ്റർ റിലീസിന് ഒരുങ്ങുന്ന സിനിമയാണല്ലോ ആട് 3. മിഥുൻ മാനുവൽ തോമസ് ജയസൂര്യയുടെ 2 സിനിമകളുടെ അപ്ഡേറ്റുകൾ ഇന്ന് പുറത്തുവിട്ടിരിക്കുകയാണ്. അതിൽ ആട് 3 എന്ന സിനിമയുടെ റിലീസ് ഈ വർഷം അവസാനം ഡിസംബറിൽ ക്രിസ്മസ് റിലീസ് ആയിട്ടുണ്ടാകുമെന്ന് കൺഫേം ചെയ്തിരിക്കുകയാണ് മിഥുൻ മാനുവൽ തോമസ്. അതേസമയം അദ്ദേഹം നിർമ്മിക്കുന്ന പ്രിൻസ് സംവിധാനം ചെയ്യുന്ന അനുഗ്രഹീതൻ ആന്റണിക്ക് ശേഷമുള്ള സിനിമയുടെ പ്രഖ്യാപനം വന്നിരിക്കുകയാണ്. ചിത്രത്തിൽ ജയസൂര്യ നായകനായി എത്തുന്നു. അപ്പോൾ കാത്തിരിക്കാം സിനിമകളുടെ കൂടുതൽ അപ്ഡേറ്റുകൾ കേട്ട്.